പി സി ജോർജിനോട് സാധാരണ രീതിയിലേക്ക് ഇന്റർവ്യൂ ഇരിക്കുമ്പോൾ ആ ഇന്റർവ്യൂ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ രീതിയിലേക്ക് പി സി എന്താണ് വിശേഷം, സുഖമാണോ, നിങ്ങൾ ശരിയല്ല എന്ന് പറയുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലേക്കൊക്കെ ചോദിച്ചാൽ പോരാ. പി സി താങ്കളെ മൊത്തമായിട്ട്, അതായത് കേരളക്കര മൊത്തമായിട്ട് താങ്കളെ വളരെ മോശമായാണല്ലോ ചിത്രീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന്റെ അടുത്ത് സാധനം വരുള്ളൂ. 8ഓളം കേസുകളാണ് എന്നെ കൊണ്ട് ശരിക്കും ആ വീഡിയോ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ STP പല സംഘടന അടക്കം ശരിക്കും കൊടുത്തത് പി സി ജോർജ്. അത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. സോഷ്യൽ മീഡിയ കേസുകളാണ്. ആ അഭിമുഖത്തിൽ അഭിലാഷ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും സംസാരിക്കുന്നില്ല. ഈ RSSുമായോ RSSന്റെ ബന്ധമോ അല്ലെങ്കിൽ RSSന്റെ ചരിത്രമോ അതിൽ CPM ഇത്തരമൊരു വിഷയമേ അല്ല. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു പക്ഷേ ഒരു അഭിപ്രായം പറഞ്ഞേക്കാം. പക്ഷേ സ്വരാജിനെ തോൽപ്പിച്ചത് ഗോവിന്ദനാണോ എന്ന് ചോദിക്കേണ്ടി വരും. കാര്യം വോട്ടിംഗ് ശതമാനത്തിൽ നല്ല രീതിയിൽ കുറവ് വന്നിട്ടുണ്ടെന്ന് പറയണം. തീർച്ചയായിട്ടും ലാസ്റ്റ് ലാപ്പില് ആ ഓട്ടം അവസാനിക്കാൻ പോവുകയാണല്ലോ. പ്രചാരണം അവസാനിക്കുന്ന പിന്നെ അത് മറിച്ചു പറയാനോ മാറ്റി പറയാനോ ജനങ്ങളിലേക്ക് അങ്ങനെയല്ല ഇങ്ങനെയാണ് പറഞ്ഞതെന്നൊന്നും പറയാനുള്ള സമയമില്ലാത്ത സമയത്ത് അടിച്ച അടിയാണ്. നേരത്തെ പണ്ട് EP ജയരാജൻ ഇതുപോലെ ഒരു അടിയടിച്ചിരുന്നു. അതിനു മുമ്പ് VS അച്യുതാനന്ദൻ ഇതേപോലെ ഒരു അടിയടിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് TP ചന്ദ്രശേഖരന്റെ വീട്ടിൽ പോയി രമയെ ചേർത്ത് വിളിച്ച് ആശ്വസിപ്പിച്ച ഒരു ചിത്രം നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ അടിക്കുന്ന അടിയുടെ തുടർച്ചയായിട്ടാണ് സ്വരാജിന് അനുകൂലമായി. കാരണം സ്വരാജ് ഇപ്പം അനുകൂലമായി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വോട്ട് വന്നേക്കുമോ എന്ന രീതിയിൽ അത് തടഞ്ഞതല്ലേ യഥാർത്ഥത്തിൽ MV ഗോവിന്ദൻ ചെയ്തത്. കാര്യം അത്രയും കുറെ വോട്ട് പോയിണ്ടാവും. സത്യമാണ്. തീർച്ചയായിട്ടും. നമസ്കാരം. സ്വരാജിന് പണി കൊടുത്തത് MV ഗോവിന്ദനാണോ എന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് അല്ലെ വിനോട്ട? തീർച്ചയായും. കാര്യം ഒന്നും ഇല്ലാത്ത ഒരു പ്രശ്നങ്ങളില്ലാത്ത സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വന്ന് പൊട്ടിക്കൽ അത്ര ശരിയായില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. അതായത് പായസത്തിൽ ഒരു തുള്ളി ഡീസൽ ഉറ്റിച്ചാൽ അത്രയും നല്ല പാൽപ്പായസം കുടിക്കാൻ പറ്റാണ്ടാവും. അതുപോലൊരു പണിയാണ് യഥാർത്ഥത്തിൽ MV ഗോവിന്ദൻ. അദ്ദേഹം ചില്ലറക്കാരനല്ല. അദ്ദേഹം ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഈ പാർട്ടിയുടെ സംസ്ഥാനത്തെ അവസാന വാക്ക്. മുഖ്യമന്ത്രി പോലും ഏത് അധികാര സ്ഥാനത്തിരിക്കുന്നവർ പോലും ഞങ്ങൾക്ക് കാര്യമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലുത് പാർട്ടിയാണ്. ആ പാർട്ടിയുടെ തലവനാണ്, ആ തലവൻ പറയുന്നതാണ് ഞങ്ങൾക്ക് അന്തിമമായിട്ടുള്ള വാക്ക് എന്ന് പറയാറുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക്, ഈ പറയുന്ന CPMന്റെ പ്രവർത്തകർക്ക് എന്താണ് ഇപ്പോൾ പറയാൻ കഴിയുക? എന്താ പിന്നെ സംഭവിക്കുന്നത് ബാബു? അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് ഞാനത് അത്ഭുതത്തോടു കൂടി കണ്ടിരിക്കുകയാണ്. ആ ഒരു അഭിലാഷുമായിട്ടുള്ള ആ അഭിമുഖത്തിൽ അഭിലാഷ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും സംസാരിക്കുന്നില്ല. ഈ RSSുമായോ RSSന്റെ ബന്ധമോ അല്ലെങ്കിൽ RSSന്റെ ചരിത്രമോ അതിൽ CPM ഇത്തരമൊരു വിഷയമേ അല്ല. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു പക്ഷേ ഒരു അഭിപ്രായം പറഞ്ഞേക്കാം. പക്ഷേ അതൊന്നുമല്ലാതെ പെട്ടെന്ന് കയ്യിൽ നിന്ന് എടുത്തിടുകയാണ് MV ഗോവിന്ദൻ. ഞാനൊരു ചെറിയ ചോദ്യം കൊടുക്കട്ടെ. അതായത് ഈ സ്വരാജിനെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും അജണ്ട ഉണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുണ്ടല്ലോ, അവസാന ഘട്ടത്തിലാണ് സ്വരാജിനെ തോൽപ്പിച്ചത് ഗോവിന്ദനാണോ എന്ന് ചോദിക്കേണ്ടി വരും. കാര്യം വോട്ടിംഗ് ശതമാനത്തിൽ നല്ല രീതിയിൽ കുറവ് വന്നിട്ടുണ്ടെന്ന് പറയണം. തീർച്ചയായിട്ടും. ലാസ്റ്റ് ലാപ്പില് ആ ഓട്ടം അവസാനിക്കാൻ പോവുകയാണല്ലോ. പ്രചാരണം അവസാനിക്കുന്ന പിന്നെ അത് മറിച്ചു പറയാനോ മാറ്റി പറയാനോ ജനങ്ങളിലേക്ക് അങ്ങനെയല്ല ഇങ്ങനെയാണ് പറഞ്ഞതെന്നൊന്നും പറയാനുള്ള സമയമില്ലാത്ത സമയത്ത് അടിച്ച അടിയാണ്. നേരത്തെ പണ്ട് EP ജയരാജൻ ഇതുപോലെ ഒരു അടിയടിച്ചിരുന്നു. അതിനു മുമ്പ് VS അച്യുതാനന്ദൻ ഇതേപോലെ ഒരു അടിയടിച്ചിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടാകും, തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് TP ചന്ദ്രശേഖരന്റെ വീട്ടിൽ പോയി രമയെ ചേർത്ത് വിളിച്ച് ആശ്വസിപ്പിച്ച ഒരു ചിത്രം നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ അടിക്കുന്ന അടിയുടെ തുടർച്ചയായിട്ടാണ് ഈ MV ഗോവിന്ദന്റെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് RSSുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചിരുന്നു, ഞങ്ങൾ അങ്ങനെയുള്ള ഇതിൽ എന്ത് വിവാദമാണുള്ളത്, സത്യമല്ലേ അത് എന്നൊക്കെ അങ്ങ് കയ്യിൽ നിന്നെടുത്തിടുകയാണ്. അപ്പോൾ അഭിലാഷ് ചോദിക്കുന്നുണ്ട്, അല്ല സഖാവേ ഇത് വിവാദമാവില്ലേ? വിവാദമായിക്കോട്ടെ, എന്ത് വിവാദം എന്നൊക്കെയുള്ള രീതിയിൽ മറുപടി പറയുകയും ജനങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഒരു പുതിയ വിഷയം എന്നുള്ള നിലയിൽ എടുത്തിടുകയും ചെയ്യുന്ന ഒരു സമീപനം പാർട്ടി സെക്രട്ടറി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പാർട്ടി സെക്രട്ടറിയെ പിന്നെ ആര് തിരുത്തുകയാണ്? പാർട്ടി സെക്രട്ടറിയുടെ പകുതി വയസ്സുള്ള സ്വരാജ് തിരുത്തുകയാണ്.
സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്വരാജിന് തിരുത്തേണ്ടി വരികയാണ്. പക്ഷേ സ്ഥാനാർത്ഥി പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ട ആളല്ല. ഈ രണ്ടും സ്വരാജിനെയും ഗോവിന്ദനെയും എടുത്തു പറയുമ്പോൾ സ്വരാജിന് നല്ല രീതിയിലേക്ക് സംസാരിക്കാനും നല്ല രീതിയിലേക്ക് മുസ്ലിം സമുദായത്തിനിടയിൽ അത്യാവശ്യം നല്ല രീതിയിലേക്ക് വോട്ട് പിടിക്കാനുള്ള സാധ്യത അദ്ദേഹം പ്രസംഗിച്ചു വന്നത്. പക്ഷെ ഈ ഒരു പ്രസ്താവനയോടുകൂടി ഇവർ ഫേക്ക് ആണ് എന്നുള്ള തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടായോ എന്നുള്ളത് എനിക്കറിയില്ല. അതായത് മെജോറിറ്റി ഇപ്പൊ നമുക്ക് അവിടെ നമ്മള് സാമുദായികമായിട്ടുള്ള സന്തുലനാവസ്ഥ നിലമ്പൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുമ്പോൾ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ കമ്മ്യൂണിറ്റിയാണ് ആ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പം അവരുടെ അനുഭാവം സ്വരാജിന് വന്നേക്കും. അപ്പുറത്ത് ആരാ മത്സരിക്കുന്നത്? കമ്മ്യൂണിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ആര്യാടൻ മുഹമ്മദാണ്. ഇനി ഇപ്പുറത്ത് മത്സരിക്കുന്നത് ആരാ? PV അൻവറാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി വൈസ് കിട്ടാൻ സാധ്യതയുള്ള വോട്ട് സ്വരാജിന് അനുകൂലമായി, കാരണം സ്വരാജ് ഇപ്പം അനുകൂലമായി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വോട്ട് വന്നേക്കുമോ എന്ന രീതിയിൽ അത് തടഞ്ഞതല്ലേ യഥാർത്ഥത്തിൽ MV ഗോവിന്ദൻ ചെയ്തത്? കാര്യം അത്രയും കുറെ വോട്ട് പോയിണ്ടാവുന്ന സത്യമാണ്. തീർച്ചയായിട്ടും, കാരണം അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഞാൻ എപ്പോഴും കഴിഞ്ഞ തവണ അത് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല. അതായത് പി സി ജോർജിന് ഞാൻ ഏകദേശം 8 കേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഓരോ വാക്കുകളിലൂടെ എന്റെ വീഡിയോയിലൂടെ PC ജോർജ് കേസ് വന്നിട്ടുണ്ട്. 8ഓളം കേസ് വന്നിട്ടുണ്ട്. ആ കേസിനൊക്കെ ആസ്പദമായ സംഭവം PC ജോർജിനോട് സാധാരണ രീതിയിലേക്ക് ഇന്റർവ്യൂ ഇരിക്കുമ്പോൾ ആ ഇന്റർവ്യൂ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ രീതിയിലേക്ക് PC എന്താണ് വിശേഷം, സുഖമാണോ, നിങ്ങൾ ശരിയല്ല എന്ന് പറയുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലേക്കൊക്കെ ചോദിച്ചാൽ പോരാ. PC താങ്കളെ മൊത്തമായിട്ട്, അതായത് കേരളക്കര മൊത്തമായിട്ട് താങ്കളെ വളരെ മോശമായാണല്ലോ ചിത്രീകരിക്കുന്നത് ചോദിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന്റെ അടുത്ത് സ്ഥാനം വരുള്ളൂ. അതുകൊണ്ട് പ്രകോപിതനാവും. അത് അല്ല, PC ജോർജിനെ ചൂടാക്കിയാൽ മാത്രമാണ് ശരിക്കും ഔട്ട് ശരിക്കും വരിക. PC ജോർജിന്റെ ഒരു ക്യാരക്ടറാണ്. സാധാരണ ഞാൻ പറയട്ടെ, ഇപ്പൊ PC ജോർജ് പൂഞ്ഞാറുകാർ അല്ലെങ്കിൽ ഈരാട്ടുപേട്ടക്കാര് താങ്കളെ വളരെ മോശമായാണ് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ശരിക്കും അദ്ദേഹത്തിന്റെ ഔട്ട് വരുള്ളൂ. 8ഓളം കേസുകളാണ് എന്നെ കൊണ്ട് ശരിക്കും ആ വീഡിയോ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ STP പല സംഘടന അടക്കം ശരിക്കും കൊടുത്തത് PC ജോർജ്. അത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. സോഷ്യൽ മീഡിയ കേസുകളാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ഗോവിന്ദനോട് ചോദിക്കാതെ പോലും ഇത്തരം ഒരു പരാമർശം നടത്തിയത് എന്തോ ഒരു ദുരുദ്ദേശം വെച്ചാണോ എന്ന് ഇപ്പൊ ശരിക്കും സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, അതിൽ വേറെയും ചില സംഭവങ്ങൾ ഇപ്പം റിയാസുമായി ബന്ധപ്പെട്ടും പറഞ്ഞു കേൾക്കുന്നുണ്ട്. നമ്മൾ അത് ഒരു സംഘടനയ്ക്കകത്തുള്ള ആഭ്യന്തരമായിട്ടുള്ള പിടിവലികളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിഴുപ്പലകലുകളോ ഒക്കെ ആയിട്ട് കാണാമെങ്കിലും, പക്ഷേ അതിൽ ഒരല്പം കാര്യമില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഒരിക്കലും താല്പര്യമില്ലാതിരുന്ന സ്വരാജിനെ നിർബന്ധപൂർവം ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതാണ് എന്നൊരു ടോക്കുണ്ട്. അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നില്ല. പാർട്ടിയും ആ നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ, സ്വരാജ് എന്ന് പറയുന്ന അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാൻ ഇടയുള്ള ഒരു സ്ഥാനാർത്ഥിയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പോകുന്നത് എന്ന സൂചനയും തന്നിരുന്നില്ല. ചില ഡോക്ടർമാരെ കാണുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ കാണുന്നു എന്നൊക്കെ പറഞ്ഞു നിന്നിരുന്നതാണ്. പക്ഷെ സ്വരാജിനെ അവിടെ കൊണ്ടുപോയി ഇറക്കിയത്, സ്വരാജ് എന്തൊക്കെ പറഞ്ഞാലും റിയാസിന് ഭീഷണിയാണ്. റിയാസ് പാർട്ടി പിടിക്കാനും ഭരണത്തിൽ ഓൾറെഡി അദ്ദേഹത്തിന്റെ എല്ലാ സ്വാധീനവും അയാൾ നേടിക്കഴിഞ്ഞു. ഇനി പാർട്ടി പിടിക്കുകയും തുടർന്ന് ഇനി ഉള്ള ഒരു കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി പദത്തിലേക്കോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി തലത്തിലേക്കോ ഒക്കെ ഉയരാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് റിയാസ് മുന്നോട്ട് പോകുന്നത്. അവിടെ ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത് സ്വരാജ് തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു പരിധിവരെ മലബാറിൽ ചെറിയ ഭീഷണിയാകുമായിരുന്ന, പിന്നീട് അദ്ദേഹത്തെ സ്പീക്കറാക്കി ഷംഷീർ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ വരികയാണ്. ഒതുക്കിയിട്ടും ഒതുങ്ങാതെ നിൽക്കുകയാണ് ആര്? ഒരല്പം മാറി നിന്നുകൊണ്ട് താനൊരു ബുദ്ധിജീവിയാണെന്നൊക്കെ രീതിയിൽ വേറൊരു ആംഗിളിൽ നിന്നുകൊണ്ട് കുറച്ചുകൂടി സൈദ്ധാന്തിക തലത്തിലൊക്കെ സംസാരിച്ചുകൊണ്ട് വടിവൊത്ത ചതുരവടിയിലുള്ള ഭാഷയിലൊക്കെ സംസാരിച്ചുകൊണ്ട് മറ്റൊരു ഡയമെൻഷനിൽ നിൽക്കുകയായിരുന്നു. തൃപ്പൂണിത്തുറയിൽ തോറ്റിട്ടും സ്വരാജ് അടങ്ങാതെ നിൽക്കുകയായിരുന്നു. ആ സ്വരാജിനെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കണം, മത്സരിക്കണം എന്ന് നിർദ്ദേശം കൊടുക്കുന്ന ആരാ? പിണറായി വിജയനാണ്. അതെ. അങ്ങനെ പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണം ഏറ്റവും ഒടുവിൽ പാർട്ടി കാൻഡിഡേറ്റ് പാർട്ടി സ്ഥാനത്ത് നിന്ന് മത്സരിക്കുന്നു എന്നുള്ള നിലയിലേക്കുള്ള ചിത്രം എപ്പോഴാണ് വരുന്നത്? നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസവും മാത്രമാണ്. അപ്പം അങ്ങനെ കൊണ്ടുവന്ന് ഇറക്കുകയാണ് സ്വരാജിനെ. സ്വരാജ് ഒരു ട്രെയിനിൽ വന്ന് ഇറങ്ങുന്നു അവിടെ സ്വന്തം നാട്ടിലേക്ക്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയി. സ്വരാജ് എന്ത് പറഞ്ഞാലും സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തകരുടെ, ചെറുപ്പക്കാരുടെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ആളുകളുടെ അഭിപ്രായം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. ആ സാംസ്കാരിക പ്രവർത്തകരൊക്കെ കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുൻപും പ്രവർത്തിച്ചിട്ടുള്ളത് എന്നത് മറ്റൊരു കാര്യം. എന്തായാലും അത് പരസ്യമായിട്ട് അവർ പറയുന്ന രീതിയിലൊക്കെ പിന്തുണ വന്നു. തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നത്തിൽ ഒരു കാൻഡിഡേറ്റ് മത്സരിക്കുന്നു എന്ന ആവേശം നിലമ്പൂരിൽ ഒരു കാലത്തും കിട്ടിയിട്ടില്ലാത്ത CPM-ന്റെ പ്രവർത്തകർ, താഴെത്തട്ടിലുള്ള പ്രവർത്തകർ അങ്ങേറ്റെടുത്തു. സ്വരാജിന്റെ ക്യാമ്പയിൻ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയ MV ഗോവിന്ദൻ
ആർക്ക് വേണ്ടിയാണെന്നറിയില്ല. പിണറായി വിജയൻ പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെ സന്തോഷിപ്പിക്കാനാണോ എന്നറിയില്ല. എന്തായാലും പാർട്ടി സെക്രട്ടറി തന്നെ വന്ന് ഒഴിഞ്ഞ പോസ്റ്റിലേക്ക് നീട്ടിയൊരടി ഗോള്. ആ ഗോളിലാണ് ഇപ്പോൾ സ്വരാജ് തോറ്റിരിക്കുന്നത്. അതുവരെ ഏതാണ്ട് ഇപ്പൊ നമ്മൾ സർവേ നടത്തിയല്ലോ, സർവേയിൽ പോലും ഈ പറയുന്ന ഒരു അനിശ്ചിതാവസ്ഥ പറഞ്ഞ് 150 പേരുണ്ട്. 600-ൽ 150 പേർ അനിശ്ചിതാവസ്ഥ പറയുന്ന തരത്തിൽ അത് ജനതയുടെ അഭിപ്രായത്തിന്റെ ഒരു പ്രതിഫലനമാണല്ലോ നമ്മൾ സർവേ കണ്ടത്. അങ്ങനെ പറയുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എന്ത് സംഭവിക്കും എന്ന്. അതോടൊപ്പം തന്നെ ഇതിൽ രണ്ടിലും വിള്ളൽ വീഴ്ത്താവുന്ന മറ്റൊരു ഫാക്ടർ അൻവർ അവിടെ നിൽക്കുകയുമാണ്. അൻവർ പറയുന്ന സംഭവം പിണറായി വിജയനെതിരെയാണ്, ഗവൺമെന്റിനെതിരെയാണ്. UDF പറയുന്നത് ഗവൺമെന്റിനെതിരെയാണ്. ഏറ്റവും ശക്തമായിട്ട് CPM ഉന്നയിച്ച വാദം എന്താണ്? ഏറ്റവും ശക്തമായി തെരഞ്ഞെടുപ്പിൽ UDF ജമായത്തുകളുടെ വോട്ട് വാങ്ങുന്നു എന്നുള്ളതാണ്. ജമായത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങുന്നു, വർഗീയ പ്രീണനം നടത്തുന്നു. ഈ വർഗീയ പ്രീണനം നടത്തുന്നു എന്ന് പറഞ്ഞിടത്ത് നിന്ന് ആരുടെ വോട്ട് വാങ്ങിയിട്ട് ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്, ഞങ്ങൾ വളരെ അടുത്ത ബന്ധത്തിൽ ഉണ്ടായിരുന്നതാണ് എന്ന് പറയുന്ന RSSന്റെ ബന്ധാണ്. അപ്പൊ ഈ ജമായത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങി ജയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പ്രീണിപ്പിക്കാൻ നോക്കി, അല്ലെങ്കിൽ ആ തരത്തിൽ രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവന്ന അതേ CPM RSSുമായി ഞങ്ങൾ വളരെ നല്ല ബന്ധത്തിലായിരുന്നു എന്ന് ഒരു കാരണവുമില്ലാതെ ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പുള്ള മണിക്കൂറുകളിൽ പ്രചാരണം അവസാനിക്കാൻ പോകുന്ന സമയത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ആ വെടിയേറ്റാണ് സ്വരാജ് ഇന്ന് പതിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും വലിയ പ്രതീക്ഷയായിരുന്നു LDFകാർക്ക് സ്വരാജ് അവിടെ ജയിക്കുമെന്നുള്ളത്. പാവം വീണ്ടും തോറ്റിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സിനിമ പറയും പോലെ അദ്ദേഹത്തിന്റെ പാഠം ഒന്ന് ഒരു വിലാപമായിരുന്നു. അതെ, അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിന് തോറ്റുപോയി. പക്ഷെ പാഠം 2 അദ്ദേഹത്തിന് വലിയൊരു വിജയമാണ്. അതേ ഭൂരിപക്ഷത്തിന് തന്നെ, ഏതാണ്ട് 11,000-ൽ പരം വോട്ടിനാണ് അന്ന് തോറ്റത്, അതേ ഭൂരിപക്ഷത്തിൽ തന്നെ അദ്ദേഹം വിജയിച്ചു വരുന്ന ഒരു ചിത്രം നിലമ്പൂരിൽ കണ്ടിരിക്കുന്നു എന്നതാണ്. അതിന് കാരണഭൂതൻ പിണറായി വിജയനാണോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയാണോ? ഞാൻ പറയുന്നത് ഒരൊറ്റ പോയിന്റ് കൂടി, പാർട്ടിയാണ് അവസാന വാക്കെന്ന് വിശ്വസിക്കുന്നവരാ കമ്മ്യൂണിസ്റ്റുകാർ. അതെ, പാർട്ടി നേതാവാണെന്ന്. ഇവിടെ സ്വരാജ് തിരുത്തുകയാണ്. അതിനുശേഷം അതൊന്നുമല്ല, ഞാനാണ് ഇതിൻ്റെയൊക്കെ ആളെന്ന് പറഞ്ഞ് പിണറായി വിജയൻ തിരുത്താണ്. ആരെ? സൈദ്ധാന്തിക തലത്തിൽ പാർട്ടി ക്ലാസ്സുകളിൽ എടുത്തതിന് പേര് കേട്ടിട്ടുള്ള ഒരാളാണ് MV ഗോവിന്ദൻ. അങ്ങനെ സൈദ്ധാന്തിക തലത്തിൽ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെ സംബന്ധിച്ച് കൃത്യമായി ബോധമുള്ള, കൃത്യമായി സംഘടനാ പ്രവർത്തനം എന്താണെന്ന ലെനിനിസ്റ്റ് തിയറിയെ കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടുള്ള ആളാണ് MV ഗോവിന്ദൻ. അത് ഇഷ്ടം പോലെ ആളുകൾക്ക് പകർന്നു കൊടുത്തിയ ആളാണ്. അതേ ഗോവിന്ദന്റെ അടുത്ത് നിന്ന് ഇങ്ങനെയൊരു പ്രമാദം, അതൊരു ടങ് സ്ലിപ്പ് എന്നുള്ള നിലയിൽ വന്നു വീണതാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് ബോധപൂർവം പ്രയോഗിച്ച ഒളിയമ്പാണ്. ആ അമ്പേറ്റാണ് സ്വരാജ് തകർന്നത് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. തീർച്ചയായും സ്വരാജ് വീണ്ടും തോറ്റിരിക്കുന്നു എന്നുള്ള സങ്കടം ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇടതുപക്ഷത്തിനുണ്ടാവും. കാര്യം അപ്പോ എന്തായാലും തെരഞ്ഞെടുപ്പാണ്, വിജയ തോൽവികളും ഒക്കെ ഉണ്ടാവും അതില്. അപ്പോ നന്ദി, നമസ്കാരം.